ഗായ്സ് ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്താ ചോദിക്ക്? എന്താ? What's the reason behind your happy mood? എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയടാ. ഇതെന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഇങ്ങനെയാണ് മോസ്റ്റ് സന്തോഷം വരുന്നത്. നമുക്കൊരാള് സമ്മാനം തരിക, അത് എടുക്കാൻ പോവാ, അത് തുറക്കുക, അതിലൊക്കെ സമ്മാനങ്ങൾ കണ്ട് എക്സൈറ്റഡ് ആവുക, അത് യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാ. അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പാന് താഴെ എത്തി, ഭയങ്കര ലൂസാ. അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മുടെ ഒരു ചേട്ടായി നമുക്ക് മോസ്റ്റ് ആയിട്ട് ഒരു കൊറിയർ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തായിരിക്കും നോർത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. അപ്പൊ നമുക്ക് പോയി എടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ, മോസ്റ്റ് വ്ളോഗാണ്. അപ്പൊ നമുക്ക് പോവാം. അതിന്റെ ഉള്ളിൽ എന്താ എന്നാ നമുക്ക് ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് പോയി എടുത്തിട്ട് ഒന്ന് അൺബോക്സ് ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ള, ആർക്കൊക്കെയാണ് വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പോവല്ലേ? അഡ്രസ് ഉണ്ടല്ലോ. അവരുടെ താകൃതാളം കളിച്ച് അങ്ങനെ മോസ്റ്റ് കൊറിയർ നമുക്ക് ഇവിടെ എത്തിക്കേണ്ടത്. ഗുഡ് മോർണിംഗ് സാർ. മതി ഇരിക്കെ. ഇതെന്താ എല്ലാരും കൊടയൊക്കെ പിടിച്ചിട്ടാണല്ലോ? കുറച്ച് മഴയൊക്കെ കൊണ്ടുവേണം നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ. പനി പിടിക്കും സാർ. ക്ലാസ്സിൽ മഴ മോശമായി പെയ്യുന്നു, പുറത്ത് മഴയില്ല. പുറത്ത് പഠിക്കാൻ പാടില്ല. എന്താ ചിരിക്കുന്നത്? സാറിന്റെ മുഖത്തൊക്കെ ചിരിക്കാൻ മാത്രം ധൈര്യം. ശബ്ദിക്കാൻ പാടില്ല. ക്ലാസ്സിൽ സൈലന്റ് ആയിരിക്കണം, മനസ്സിലായല്ലോ? നിനക്ക് വേണോ അടി? എന്താ തിന്നത്? എന്താ തിന്നാൻ ചോദിക്കുമ്പോ കുറച്ച് എന്താ എന്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാണോ ഇരിക്കുന്നത്? എന്താ എന്റെ കുങ്കുമെന്നോ? എന്തോ പറഞ്ഞല്ലോ ആരോ? കഞ്ഞി സ്വഭാവം കാണിക്കുന്നത്. അമ്പലത്തിലൊക്കെ പോയി. മതി. കൊടയെങ്കിൽ കൊട, വട്ടിയെങ്കിൽ വട്ടി. ഗുഡ് മോർണിംഗ് പറയാന്നോടി. ഗുഡ് മോർണിംഗ്. കറക്റ്റ് ടൂണില് ഞാൻ വിചാരിക്കുന്നവരല്ലേ പറയണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ വടിയുടെ ചൂടറിയും. പറയേ ഗുഡ് മോർണിംഗ് സാർ. ശരി, ഇന്നലെ പഠിപ്പിച്ചു തരാൻ പഠിച്ചോ? ആയില്ലേ? സാർ ഇന്നലെ പഠിക്കാനില്ല, കറണ്ട് ഇല്ലായിരുന്നു. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പറഞ്ഞിട്ടുണ്ട്, മിണ്ടേ ശബ്ദിച്ചു പോരുത്. എന്തിനാ മുഖത്തോട് പോകാൻ നോക്കുന്നത്? എന്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടോണോ നോക്കുന്നേ? ഞാൻ ചുള്ളനാണോ? ഉറക്കം വരണം. സാറിന്റെ രസം ഉണ്ടോ കാണാൻ? എന്താ സാറാണ് ഇവിടെ ഉള്ളല്ലേ? സാർ ഷർട്ട് എങ്ങനെയുണ്ട്? സാറിന്റെ മുടി, ആ കണ്ണടയും ആ ഷർട്ടും മുണ്ടും ഒന്നിനും കുഴപ്പമില്ല. എന്നെ പറയില്ല, സാർ ഏറ്റവും നല്ല സാറ്. സാറിന്റെ നല്ല കഷ്ട. ഇരിക്കണേ. എന്താ കണ്ണും കൊണ്ട് എന്താ കാണിച്ചത്? എന്താ കാണിച്ചത്? നല്ലതാണ് ഷർട്ട്. ശരി, എല്ലാവരും ഇരിക്കേ. ഇന്നലെ ലാസ്റ്റ് പഠിപ്പിച്ച പോർഷൻ ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ പിന്നെ ക്ലാസ്സിൽ നിങ്ങൾ എന്തിനാ ഇരിക്കുന്നത്? പഠിക്കാൻ ചിരിപ്പിക്കാണ് തന്നെ.
എന്താ എന്റെ ഹെയർ സ്റ്റൈൽ എന്താണോ ഇരിക്കുന്നത്? എന്റെ ഹെയർ സ്റ്റൈലിന് എന്താ കുഴപ്പം? മഴ നനഞ്ഞോ? സാറുമാർ ചിരിപ്പിക്കാൻ മാത്രം വളർന്നോ? ഒറ്റ നമ്മള് ശബ്ദിച്ചോ? ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ച എവിടെയാ? സുമതി എഴുന്നേക്ക്. ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ച സത്യ ഭാഗം എവിടെയാ? വായില്ലേ സുമതിക്ക്? എന്തിനാ രേണു അടങ്ങിയിരിക്കണേണു? തെറി വിളിക്കാൻ മാത്രം ഉള്ളതോ? ശബ്ദം ക്ലാസ്സിന് പുറത്തേക്ക് പോകാൻ പാടില്ല. എന്താണ് ഇന്നലെ ആര് പഠിപ്പിച്ച മൈ സ്റ്റോറി? ഇന്നലെ ഞാൻ എവിടെയാ പഠിപ്പിച്ച് നിർത്തിയെന്ന് നിക്കേ? എവിടെ? എന്താ അവിടെ ചിരിക്കുന്നത്? എന്താ? എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ പറഞ്ഞത് എനിക്കെല്ലാം അറിയാം. ഞാനും എല്ലാം കഴിഞ്ഞിട്ടേ തരത്തില്ല. മനസ്സിലായോ? ആ ഫസ്റ്റ് ഫ്ലൈറ്റിലാണ് ഞാൻ എടുത്ത് നോക്കിയത്. മൈ ഫ്ലൈറ്റോ? ഏത് മൈ ഫ്ലൈറ്റ്? വീട്ടിൽ ചെന്ന് എന്താ പരിപാടി? കഞ്ഞിക്കറി വെക്കലാണോ? എന്റെ വീട്ടില് വിളക്കില്ലേ? പിന്നെ വീട്ടിൽ എന്നതാ നിന്റെ വീട്ടിലുള്ളത്? ലായോ? ഒരു മിനിറ്റ്, ആരാ വിളിക്കുന്നുണ്ട്? ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, എന്തോ നിങ്ങൾ ഈ പറയുന്നത്? ഹലോ, ആ പറയ്. കൊറിയറോ? ഇതെവിടുന്നാ വിളിക്കുന്നേ? ആ എന്താ കാര്യം? കൊറിയറോ? കൊറിയർ എന്താ സ്കൂളിലാണോ കൊടുക്കുന്നേ? സുമതിയോ? ആ സുമതി. ആ നിങ്ങളല്ല സുമതിക്ക് രേണുവിനോ? കൊറിയറോ? ശബ്ദിക്കാം. ആ നിങ്ങളല്ല കൊറിയറോ? ഇതൊക്കെ സ്കൂളിലാണോ കൊടുക്കുന്നത്? അതൊക്കെ അവരുടെ വീട്ടിലല്ലേ കൊടുക്കേണ്ടത്? ഇത് സ്കൂളിലേക്കാണോ കൊടുത്തയക്കേണ്ടത്? ചൂടാവുന്നല്ല സുഹൃത്തെ, കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ എന്താ ഞാൻ ആരോട് ചൂടായത് നിങ്ങൾ ഈ പറയുന്നത്? ഓ ശരി, ആയിക്കോട്ടെ. എവിടെയാണോ വന്ന് എടുക്കേണ്ടത് അടിയൻ? ആ സ്റ്റാഫ് റൂമിലേക്കോ? ഈ പഠിപ്പിച്ചതിനിടയ്ക്ക് ഒറ്റ ശബ്ദിച്ചു പോയേക്കരുത്. ചൂരലിന്റെ ചൂടറിയും. പറഞ്ഞേക്കാം. വേഗം പഠിപ്പിച്ചതിന്റെ ബാക്കി വേഗം വീണ്ടും പഠിക്കുന്നു. ഞാനിപ്പോ വരാം. എന്നാ പറയാനാ? എന്താ ഇപ്പൊ ഇവിടെ ശബ്ദിച്ചാരാ? ബുക്ക് മടങ്ങിക്കോട്ടെ. നിന്റെ ബുക്കാണോ മടങ്ങിയത്? ആണോ? ആ ഞാൻ മിണ്ടാതിരുന്നോണ്ട് അവിടെ. ചൂരലിന്റെ ചൂടറിയണോ? ഇതെന്താണ് ചെയ്യാ? എത്ര പറഞ്ഞാലും മനസ്സിലാവെന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാ? എന്റെ ദൈവമേ, ഇപ്പൊ ഇത് മറിഞ്ഞു കിട്ടിയില്ലേ? ഇപ്പൊ നോക്കിക്കേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നിട്ടുള്ള കൊറിയറാന്നാ പറഞ്ഞത്. എന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ വീട്ടിലേക്ക് കൊടുത്ത് അയക്കേണ്ട സാധനങ്ങളാ. പിന്നെ എന്നാത്തിനാണോ ഇങ്ങോട്ട് അയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായോ സുമതിക്ക്? അതിന് ഞാനെന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാണോ ഇങ്ങോട്ട് അയച്ചതെന്നാണോ പറഞ്ഞത് നിന്റെ അർത്ഥം? ആണോ അല്ലയോ? ആ അങ്ങനെ വാ തുറന്ന് പറയേ. മനസ്സിലായോ? വാ തുറന്ന് അങ്ങനെ തന്നെ പറയണം. വാ തുറക്കാതിരിക്കരുത് എന്ന് പറയുമ്പോ പിന്നെ വാ തുറക്കുന്ന എന്താ? ഇതെന്താ ചിരി തന്നെ ചിരിയാണല്ലോ. ഇതന്നെ ഇത്രമാത്രം ഞാൻ ചവിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ചിരിക്കാൻ വേണ്ടിട്ട്. അതിന്റെ കോമഡി നടന്നു ചിരിക്കാൻ. ഞാൻ ചിരിക്കും, ഞാൻ കരയും. അതൊന്നും നോക്കി നിങ്ങൾ ചിരിക്കാൻ കരയാൻ പാടില്ല. പാടുണ്ടോ ചോദിക്കുമ്പോ പിന്നെ എന്താ വായില്ല ആർക്കും? വായ അടച്ചു വെക്കാൻ പറഞ്ഞ പിന്നെ തുറക്കുന്ന എന്തിനാ? എന്താ പറയാ, പഠിച്ച് എല്ലാരും ഇച്ചിരി നനയണം. കുറച്ച് നനഞ്ഞൊക്കെ വേണം കുട്ടികൾ പഠിക്കാൻ.
തീരെ ബോധമില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ എന്നാ ചെയ്യാനോ? എന്താ ചെയ്യാന്ന് പറ, എന്താ ചെയ്യണ്ടെന്ന് പറ, പറയേ വായില്ലേ. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യണ്ടതാണ്? നിങ്ങളപ്പോ പുറത്തിരുത്തി ഞാൻ ക്ലാസ് എടുക്കണ്ടേ? എടുക്കണോ വേണ്ടയോ? ആ വടി എന്ത് എന്നെ പഠിപ്പിക്കാൻ മാത്രം വളർന്നോ? ഇനിയിപ്പൊ എല്ലാവരുടെയും വായോടെ അടച്ചു വെക്ക, എല്ലാവരുടെയും ബുക്കും വന്നേ. നീ കൊറിയർ എന്തായാലും തുറക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. ബുക്കും കൊണ്ട് വെച്ചേ. വേണ്ടാന്ന് പറഞ്ഞില്ല, ഇത് ഞാൻ തുറക്കും. എന്റെ സ്കൂളിലേക്ക് വന്ന എന്റെ ക്ലാസ്സിൽ വന്ന 2 കുട്ടികൾക്കുള്ള കൊറിയറാണ് ഇത്. ഞങ്ങളുടെ പോകരുത്. സുമതി വേഗം ഈ ബുക്കെല്ലാം കൊണ്ട് സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് വരും. വേഗം ഈ കൊറിയർ ഒന്ന് തുറന്നു നോക്കണല്ലോ. ഇങ്ങോട്ടേക്ക് ഒരു അക്ഷരം വേണ്ട. നിനക്കും പോണോ കൂടെ? നിങ്ങൾ നോക്കുന്നതിനാ? താഴെ നോക്കിയിരിക്കും. നീ വിളിച്ചിരിക്കുന്നത് പോയിറങ്ങി. വേണ്ട, ഞങ്ങൾക്ക് പോവാൻ പറഞ്ഞു. നോക്കിയിരിക്കേ. നിലത്തൊക്കെ ഇരിക്കാൻ പറഞ്ഞ പിന്നെ എന്താ എന്താ അവിടെ ശബ്ദം കേൾക്കുന്നത്? ആ നന്നായി. കാരണം നിങ്ങൾക്ക് ഇനി പനി എന്തെങ്കിലും പിടിച്ചിട്ട് ഇനിയിപ്പം അതിന് ഇനിയപ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സമാധാനം പറയേണ്ട വരും. തുറക്കണ്ടേ ഇത്? ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ. എന്താ അശരീരി കേൾക്കുന്നുണ്ടല്ലോ. ബാക്കി ആരൊന്നും വന്നില്ല സാർ സ്കൂളിൽ. മഴയായിട്ട് വീട്ടിലാ. നിങ്ങൾ എന്നാ കാണാൻ എഴുന്നള്ളിയിരുന്ന വീട്ടിലിരിക്കത്തില്ല? വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. വീട്ടിൽ ആരും ഇല്ല സാർ. വീട്ടിലാരില്ലാന്ന് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് സമ്മതിക്കൂലെന്ന്? എന്താ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ ആരോ. കൊറിയർ നല്ലതായിരിക്കും എനിക്ക് വന്ന എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വന്നതാ. ഞങ്ങളില്ലേ സാർ? ആ അതെ, നിങ്ങളാണ്. നിങ്ങളാണെങ്കി എന്താ? ആണെങ്കി എന്താ? ഒന്ന് പൊളിക്കാൻ കൂടാൻ എന്താ അതിനുള്ള മനസ്സുമില്ല. ഇനിയിപ്പൊ അതും പറഞ്ഞു തരണോ? സംഭവം ഞങ്ങളൊക്കെ എന്നാ പിന്നെ അത് പൊളിക്കാനും കൂടെയുള്ള മനസ്സ് കാണിക്കണം നിങ്ങള്. എന്താ എന്ത് ഒന്ന് കൂടാൻ ആർക്കും കഴിയില്ലേ? ഇത് ഞാൻ തുറന്നോളൂ, മാറി നിൽക്കും. ഒന്ന് കൂടത്. ഇത് എനിക്ക് തന്നെ പറ്റുന്നില്ല. ഒന്ന് കൂടിക്കേ. ഇതൊക്കെ കഴിഞ്ഞിട്ടാ ഞാനിവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? നിങ്ങളെ പോലെ തന്നെയാ ഞാനും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. മിഴിച്ചു നിൽക്കാതെ ഇതിന് കൂട്. എന്തൊക്കെയാ ശരീരം കേൾക്കുന്നുണ്ടല്ലോ. ഉറക്കെ പറയാൻ അറിയത്തില്ലേ? എപ്പോഴും സ്വകാര്യം തന്നെയാണോ പറയുന്നത്? ക്ലാസ് എടുത്തില്ലല്ലോ പറഞ്ഞാ. നീ ഇത് വന്ന് കിടന്നാ പിന്നെ മനുഷ്യന് ക്ലാസ് എടുക്കാൻ സമാധാനം ഉണ്ടോ? തുറക്കുന്നുണ്ട് ശല്യല്ലേ? സാർ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇപ്പൊ തന്നെ 4 മണി ആവാനായി. ഞങ്ങൾ വീട്ടിൽ കൊണ്ടെടുക്കും. തൊടാൻ ആർക്കും ഞാൻ അനുവാദം തന്നിട്ടില്ല. തന്നോ? പിന്നെ നിങ്ങൾ എന്തിനാ തുറക്കുന്നത്? ഈ തുറക്കാൻ ഞാൻ അനുവാദം നിങ്ങൾക്ക് തന്നോ ഇല്ലയോ? ഇല്ല. നിങ്ങൾ അവിടെയാണ്, എനിക്ക് നിങ്ങൾ എല്ലായിടത്തും ഉള്ള പോലെയാ. തുറക്കാൻ കൂടി വേഗം കളിക്കാതെ. ഇതെങ്ങനെയാണ് തുറക്കേണ്ടത്? നിങ്ങളൊക്കെ എന്താ മിഴിച്ചു നോക്കി നിൽക്കാൻ മാത്രമാണോ അറിയുള്ളൂ? എന്നാ മുറിക്കാൻ അങ്ങോട്ട്. യോ മനുഷ്യനെ ഇപ്പൊ കൊല്ലോ. ആരെയൊക്കെ ദൂരെ. എന്താ എന്തിനാ ഇങ്ങനെ ശബ്ദിക്കുന്നത്? എന്റെ കൂടെ ഒന്ന് സഹായിക്കണോ? മനുഷ്യനിവിടെ ഒരു കൊറിയർ പൊട്ടിക്കാൻ വേണ്ടി കിടന്ന് താകൃതാളം കളിക്കുന്നത് കണ്ണ് കണ്ടൂടെ?
നിന്റെ തല ഏതാ വാലേതാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സാർ ഞങ്ങൾ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് തുറന്നോളൂ സാർ. വേണ്ടാന്ന് പറഞ്ഞു. കഷ്ടപ്പെടണ്ട. സാറിന് കുറച്ച് കഷ്ടപ്പെടണം. എന്താ സാറിന് കഷ്ടപ്പെടാൻ പാടില്ലേ? ഒന്ന് വലിക്കാൻ കൂടോ ഒന്ന്. അയ്യോ വലിക്കാൻ പറഞ്ഞല്ല പറഞ്ഞേ. എന്താ അവിടെ ഒരു അശരീരിയാണല്ലോ കേൾക്കുന്നത്. ശബ്ദിക്കാതെ ഇത് പൊട്ടിക്കാൻ നോക്ക്. പ്രിൻസിപ്പാളിന്ന് എങ്ങാനും ഒരു വാക്ക് ഇവിടെ ആരെങ്കിലും മിണ്ടിയാ അവിടെ ചോരപ്പുഴ ഒഴുകും. കാണോ? വെറുതെ കുട്ടികളെ എന്റെ ക്ഷമ നശിപ്പിക്കരുത്. തോടയില തോലെടുക്കണം അടിച്ച്. അടി പേടിയാണ് സാർ. അനങ്ങാതെ ഇത് പൊട്ടിക്കാൻ കൂടും. അതെന്താ അവിടുന്ന് തീപ്പെട്ടി വിളിക്കുന്ന ഒച്ചയല്ലേ കേൾക്കുന്നത്? ആരാ ഇവിടെ തീപ്പെട്ടി കൊണ്ടുവന്നത്? സാറിന്റെ കീശയിൽ കുടുങ്ങിയതായിരിക്കും. എന്റെ കീശ തീപ്പെട്ടി ഒന്നുമില്ല. കുട്ടികളുടെ നാക്കിന് ഇച്ചിരി നീളം കൂടുന്നുണ്ട്. എവിടുന്ന് എത്ര നാക്കിന് നീളം പഠിച്ചത്? വീട്ടിലിതാണോ പഠിപ്പിക്കുന്നത്? പിന്നെ മാറി നിൽക്കാം അങ്ങോട്ട്. എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വന്നാൽ അത് എനിക്ക് വന്ന പോലെയാണ്. എന്താണ് അതാരോ കുത്തിയ പോലെ തോന്നിയല്ലോ. നിങ്ങളാണോ എന്നെ കുത്തിയേ? കൈക്ക് ചിലപ്പോ നീളം കൂടുവേ. കുട്ടികളെ ഇവിടെ നിന്ന് മുറിക്കു. കുട്ടികളെ എന്താണ് നോക്കി നിക്കണേ? ഇവിടെ മുറിച്ചേ. ഈ കുട്ടിക്ക് ഇച്ചിരി ഞരമ്പ് രോഗം കൂടുതലാണോ സംശയമുണ്ട്. മാറ് മാറ്. സാറ് തുറക്കും അപ്പൊ എടുത്താ മതി. ശബ്ദിക്കരുത് പറയും. പറഞ്ഞോ. നിങ്ങൾ ഞാൻ സ്കൂളിൽ നിന്ന് ഞാനൊന്നും വിടില്ല. അങ്ങനെ വേണ്ടെങ്കിൽ മിണ്ടാതെ നിന്നത് എന്താന്ന് വായും വിളിച്ച് നോക്കുന്നില്ല. നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തന്നു വിടും. പോരെ? മിണ്ടരുത്. എന്ത് കഷ്ടമാണ്. അച്ഛനവിടെ സീനായിക്കോട്ടെ. ഞാനിത് എന്റെ അലമാരിലിട്ട് കൂട്ടി വെക്കും. അത് വേണോ? അത് തുറക്കുന്ന കാണണോ വേണ്ടയോ? തുറക്കുന്ന കാണണ്ട. ഞാനൊന്ന് ഇരിക്കട്ടെ എന്റെ കൊച്ചേ. അമ്മേ സാറിനെല്ലാം കൂടി വീഴിപ്പിച്ച് കൊല്ലു. പിടിക്കണ്ട. വീണാലിരിക്കാൻ അല്ല. പിന്നെ ആരാ ശരിക്കും അശരീരി കേൾക്കുന്നുണ്ടല്ലോ. എവിടെ ആരാ ശരിക്കുന്നേ? ക്ലാസ്സിൽ നമ്മള് മൂന്നുമല്ലേ ഉള്ളു. പിന്നെ വേറെ ആരോ ഉള്ളത്? പിന്നെ പ്രേതോ? ഇവിടെ ആരും പ്രേതമൊന്നുമില്ല. നിങ്ങളോ ഒരു പ്രേത. തുറക്കാൻ വേണ്ടി മിണ്ടാതിരിക്കും. പെട്ടി തുറക്കാൻ പോവാ. വേണേ കാണും. അടിച്ച് തോലൂരണോ? നനങ്ങാതെ മിണ്ടാതെ അവിടെ നിന്നോ. കണ്ണു പിഴുതെടുക്കും ഞാൻ. സാറാന്നുള്ള ഗുരുക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അറിയില്ല. എന്റെ ക്ഷമയെ പരീക്ഷിച്ചാൽ ചിലപ്പോ എനിക്ക് പലതും ചെയ്യേണ്ട വരും. തൊടാൻ പാടില്ല. ഇത് എന്റെ ക്ലാസ്സിൽ എന്റെ കുട്ടികൾക്ക് വന്നപ്പോ അത് എനിക്ക് വന്നതുപോലെ തന്നെയാ. മനസ്സിലായോ? മനസ്സിലായോ? അയ്യോ എന്റെ കണ്ണിടേക്ക് കണ്ണ് കാണുന്നില്ല. അയ്യോ കണ്ണ് കാണുന്നില്ലല്ലോ. അയ്യോ അയ്യോ കണ്ണ് കാണുന്നില്ല. എന്റെ കണ്ണിടേക്ക്. അയ്യോ മക്കളെ അയ്യോ അയ്യോ എന്റെ കണ്ണിട എവിടെ പോയി? അയ്യോ ഓടുന്നു. പെട്ടി തൊടാൻ മാത്രം ധൈര്യം ആരെന്നെ കണ്ണ് തട്ടിട്ട് തരാം. തട്ടിയിട്ടില്ല. പോയതായിരിക്കും. അത്രമാത്രം ധൈര്യം വരാൻ നിങ്ങളൊരു പിശാച് കുഞ്ഞുങ്ങളാണോ? കുട്ടികൾ അല്ല കുട്ടിയല്ലല്ലോ. കുട്ടി ചിരിക്കുന്ന ആരുണ്ടല്ലോ അവിടെ. ഇങ്ങോട്ട് നീക്കാം. ഇങ്ങോട്ട് നീക്കാം. അനങ്ങാതെ നിന്നാ പെട്ടി തുറന്ന് കാണിച്ചു തരും. വേണോ വേണ്ടയോ? അനങ്ങാതെ നിന്നാ പെട്ടി തുറന്ന് കാണിച്ചു തരും. വേണോ? ഇപ്പൊ നിങ്ങൾ അനങ്ങിയാലും ഞാൻ തുറക്കും. അത്ര തന്നെ. ഓരോരുത്തർക്കുള്ള സാധനങ്ങൾ അവരവരുടെ കൈ തന്ന് വിടും. പോരെ? തരും തരും. ചിലത് എനിക്കുള്ളത് ഉണ്ടാകാം. എടുത്തേക്കാം. മനസ്സിലായല്ലോ?
മിണ്ടിപ്പോവരുത്. ഞാൻ ഓരോരുത്തർക്കുള്ള സാമഗ്രികള് തരും. അവരത് എടുത്തോണ്ട് പോവാ. കണ്ണടയ്ക്ക് കാഴ്ചശക്തി പോരാ, കൊണ്ട് കീശയിലിടാം. കേട്ടല്ലോ? എന്റെ ദൈവമേ, ഇത് എന്തൊക്കെയായി കാണുന്നത്? തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, പിന്നെ തൊടാൻ പാടില്ല. ഓരോരുത്തരുടെ പേര് വിളിക്കും, അവരവരിത് വന്നെടുക്കാം. മനസ്സിലായല്ലോ? ഇതെന്താ? ഡയറി മിൽക്ക്. ഓ, മാഷിന് കണ്ണ് പിടിക്കുന്നില്ലല്ലോ. കാഴ്ചശക്തി കൂടി. നോക്കട്ടെ. അയ്യോ, ഇത് കൊറേ ഉണ്ടല്ലോ. ശബ്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശബ്ദിക്കാൻ പാടില്ല. ഡയറി മിൽക്ക്. എന്താ? കാഡ്ബറി. ചോക്ലേറ്റ്. ഇപ്പൊ ഡയറി മിൽക്ക് ആർക്കാ പേരുണ്ടോ നോക്കട്ടെ. സുമതി. മതി മതി, ഇനി ശബ്ദിക്കാൻ പാടില്ല. അടുത്തെന്താ? മിണ്ടില്ല. ഇവിടെ ശ്രദ്ധിക്കാൻ പറയുമ്പോ ഇവിടെ ശ്രദ്ധിക്കണം. കൈ തന്നത് വെച്ച് അടക്കി മിണ്ടാതെ വായടത്തേക്ക് അടക്ക്. ഇനി അടുത്തതാണ് എന്താ? മിൽക്കി ബാർ. എന്താ? ഇവിടെ നോക്കണം. മിൽക്കി ബാർ. എന്താ? നെസ്ലെ. മിൽക്ക് ഈസ് ഫസ്റ്റ് ഇൻ അവർ റെസിപ്പി. മിൽക്ക് ഈസ് ഫസ്റ്റ് ഇൻ അവർ റെസിപ്പി. നെസ്ലെ മിൽക്കി ബാർ. മിൽക്കി ബാർ. അതിൽ തോണ്ടരുതെന്ന് ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തൊട്ട് രേണുടെ ഉണ്ടോ? എന്നാ സാറിത് രേണു അല്ല, ഇത് സുമതിയാ. എവിടെ? സുമതി. ഓ, അടുത്തതായി കിറ്റ്. എല്ലാ കുട്ടികളെ കൂടെ വായിക്കോ. 3 നെസ്ലെ കിറ്റ്. സുമതിയുടെ അച്ഛൻ കിറ്റ്. കാറ്റ്. നെസ്ലെ കിറ്റ് കാറ്റ്. ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെ വായിക്കണം. സാറിനെ തല്ലാൻ മാത്രം കുട്ടി ഗുരുക്കന്മാരെ തല്ലുന്ന കുട്ടിയോ? ഞാനിങ്ങനെ വിളിച്ചപ്പോ കൈ ഇങ്ങനെ ആകിപ്പോയതാ. ഇനി ഇത് ആവർത്തിച്ചാൽ സുമതിനെ ഞാൻ സമ്മതിയാക്കും. ക്ഷമിക്കണം, പേര് മാറിപ്പോയി. അല്ല, സുമതി തന്നെയാണ്. സാറിനിടയ്ക്ക് കണ്ണു പിടിക്കാതെ വരും. അതൊന്നും കുട്ടികൾ കാര്യമാക്കണ്ട. കിറ്റ്കാറ്റ്. ഡയാന. ഡയാനന്റെ ആണല്ലോ ഇത്. ഡയാനന്റെ ആണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഞങ്ങൾ കൊടുത്തോളാം. അത് ഞാൻ കൊടുത്തോളും. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതാണ്. ഗുരുവിന്റെ കയ്യിൽ വന്നല്ലോ. ഇനി ഗുരുവിന് അറിയാൻ എന്താ ചെയ്യേണ്ടത്. കുട്ടികൾ അതിൽ തലയിടേണ്ട കാര്യമില്ല. ഓ, ഇത് അത്യാവശ്യം കനമുള്ളത് തന്നെയാണല്ലോ. ഇതെന്നതാ നോക്കട്ടെ. ഇതെന്താ? കൊക്കോവ. എന്താണ്? ചോക്ലേറ്റ്. ചിരിക്കുന്ന എന്താ? വായിക്കേ. ചോക്ലേറ്റ്സ്. ആർക്കാ വന്നത് നോക്കട്ടെ.
ഞാൻ വായിക്കണോ സാർ? രേണു രേണു ഉണ്ടോ അവിടെ? ഞാനാണ് സാർ. രേണു സാർ ഞാനാണ് രേണു. പിടിക്കാൻ അറിയില്ല, പിടിച്ചോണ്ട് പോ. രേണു സാർ ഞാനാണ് രേണു. കരയുന്നത് എന്തിനാ? കരയില്ല. നീ എന്നാ 2 പൊതിയും കൂടി ഉണ്ടല്ലോ ഇതിന്റെ കൂടെ. നല്ല മണമാണല്ലോ ഇതിനൊക്കെ. മണം നന്നായി അടിക്കുന്നുണ്ട്. മണം അടിക്കുന്ന ഇനി എന്താ ക്ലാസ്സിലെ കുട്ടികൾ ഡിസിപ്ലിൻ പാലിച്ചില്ലെങ്കിൽ എനിക്ക് പാലം ചെയ്യേണ്ട വരും. സാറിനെ പിടിക്കേണ്ട ആവശ്യമില്ല. സാറിന് ഇരിക്കാനും പിടിക്കാനൊക്കെ അറിയാം. എന്നെ ആരും പിടിക്കണ്ട. അത് വേർത്തതാ. ഞാൻ നനഞ്ഞോ നോക്കാൻ വേണ്ടി നിങ്ങൾ ഞാൻ നനഞ്ഞോ നോക്കാനാണോ സ്കൂളിലേക്ക് വരുന്നത്? കായ് തന്നത് വെച്ച് വായടച്ച് വീട്ടിലിരിക്കും. വീട്ടിലിപ്പോ തൽക്കാലം ആരും പോകണ്ട. ഇങ്ങോട്ട് നോക്കുക. എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ചപ്പലയോ? സാറിന്റെ തലമുടി ചപ്രിയല്ലാന്ന് പറയുമായിരുന്നു. നല്ല തലമുടി. ഞങ്ങളുടെയൊക്കെയാണ് ചാപ്രി. ഞാൻ ഗ്ലാമർ ഉള്ളവനാണോ? ഈ മാങ്ങാത്തലയാണ്. അശരീരികൾ എവിടുന്നോ വരുന്നുണ്ടല്ലോ. മാമ്പഴം പോലത്തെ മുഖമാണ് സാറിനെന്ന് പറയുമായിരുന്നു. സുമതി സുമതി കേളു സാർ. എന്റെ ഫ്രണ്ടിലേക്ക് വരണം സുമതി. എന്റെ കൈ പിടിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. കേളു സാർ. മിണ്ടാതെ ഒരു സൈഡിൽ നിന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇതും എടുത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. കാണണോ? പിടിക്കരുത് തന്നെ, തൊടരുത്. എനിക്ക് ഇഷ്ടമല്ല എന്നെ തൊടുന്നത്. അടുത്ത ബോക്സ് തുറക്കണോ വേണ്ടയോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ തുറക്കും. അതതിന്റെ ശരി. അത് വന്നിട്ടുള്ള ആളുടെ പേര് ഞാൻ പറയാം. നിങ്ങളിപ്പൊ മിണ്ടാതിരുന്ന് നോക്ക് വേണമെങ്കിൽ. എന്നതാ അതിൻ്റെ ഉള്ളിൽ ചുട്ടി വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ഓ, നല്ല മണം അടിക്കുന്ന സാധനമാണോ തോന്നുന്നത്. അയ്യോ, ഇതെന്നതാണ് ഇത്? ഇത് കുറേ ഉണ്ടല്ലോ ഇത്. അയ്യോ, ഇത് കൊള്ളാലോ. ഓ ആ, നല്ല മണമുള്ള ഇതെന്താ ഇതെന്ത് ഇത് പെർഫ്യൂം. നിങ്ങളെ എടുക്കാനാണ് പറഞ്ഞേ. ഇത് പെർഫ്യൂം ആണെന്നാ തോന്നുന്നേ. ഡയാനയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളും, നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല മണാണല്ലോ. മണത്തിൽ മയങ്ങി പോകുന്നുണ്ടല്ലോ. നിങ്ങളോട് ആരാ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്? നല്ല ഊതാന്നാ തോന്നുന്നേ. എന്തായാലും ഓർമ്മ ഞാൻ എടുത്തു. ഡയാനയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളൂ. നിങ്ങള് കണ്ടല്ലോ, ഇത് നിങ്ങളുടെ മേത്ത് തട്ടിയാ മുറിയും. അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുക. ബ്ലേഡും കത്രികൊന്നും കളിക്കണ്ട. എന്താ വൈറ്റ് മാസ്ക് എല്ലാം കൂടി എനിക്ക് എടുത്തേക്കാം. സാറേ ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങളെ വീടിന്റെ അടുത്തല്ലേ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ മിണ്ടാതിരിക്കുക. ഇനി അടുത്ത് തന്നതാണോ? ഇതോടെ സാധനങ്ങൾ തീർന്നു എന്നാ തോന്നുന്നേ. കുറച്ചും കൂടെ അയക്കാൻ പറയത്തില്ലായിരുന്നു. ഇതാരാ? ഞങ്ങളുടെ ചേട്ടായിയാ. ഏ ചേട്ടായി? ഞങ്ങളുടെ ചേട്ടായി. ഓ, നിങ്ങളുടെ ഒരു ചേട്ടായി. പിന്നെ ചേട്ടായിനെ പറയാൻ നിൽക്കണ്ടേ? ഓ ആയിക്കോട്ടെ. ഇനി ചേട്ടായിനോട് കുറച്ച് എനിക്കും കൂടെ അയക്കാൻ പറയും. നിങ്ങളുടെ കേളു സാറിനെ പറ്റിയൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പെട്ടിക്കിടക്ക ആ സ്പ്രൈന്റെ മണം.
ഞങ്ങളോട് ചേട്ടായി ചോദിച്ചാൽ കാലമാടനോ? പെട്ടി കാലമാടൻ പെട്ടി തുറക്കാൻ പറ്റിയില്ലല്ലോ വേഗം. ഇയാൾക്ക് തല മുഴുവനോട് കയറിപ്പോ. അതെ, നിങ്ങൾ ആരെയും ഇപ്പൊ പറഞ്ഞത്? ഈ പെട്ടിയിലുള്ള തല വെക്കണ്ടാന്ന്, ഇത് മുറിയും. ഇയാള് ഞങ്ങാണ്ട് ആരെയോ പറഞ്ഞല്ലോ. ആ, എനിക്ക് ആവശ്യമുള്ള സാധനം നിങ്ങളെ ചേട്ടായി കണ്ടറിഞ്ഞു വെച്ചിട്ടുണ്ട്. സാറേ അയ്യോ എടുക്കല്ലേ എന്റെ സ്വഭാവം മാറ്റരുത്. ചേട്ടായി അത് പേരുണ്ടല്ലോ. ഇതെന്തോ സാറിന്റെ അടുത്തേക്ക് വന്നിട്ട് ആക്രമിക്കാൻ നടക്കുന്നു. അല്ല ഞാൻ കാത്തി വെച്ചപ്പോ താഴെ ചടിക്കും. വീട് പൊട്ടിയാലോന്ന് ഓർത്തിട്ട് സുമതിക്ക് ഇച്ചിരി കളി കൂടുന്നുണ്ട്. സുമതിനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഔട്ടാക്കി വിടണ്ട വരും. അതല്ലേ 10-40 വയസ്സായിട്ട് പെണ്ണ് സത്യം. സുമതി ഇതാ സുമതിക്കുള്ളതാ. ഇനി ചേട്ടായിനോട് പറയുമ്പോളേ എനിക്കും കൂടി എന്തെങ്കിലുമൊക്കെ അയക്കാൻ പറഞ്ഞേക്ക്. ചോദിക്കാറുണ്ട്. എന്താ? സാറിന്റെ കാര്യം ചോദിക്കാറുണ്ട്. ആ, ഞങ്ങള് സാറിന്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാറിന്റെ കാര്യം. നിങ്ങളുടെ പ്രിയപ്പെട്ട സാറാന്ന് പറയാറുണ്ടോ? അറിയും എന്നും. ആ, അങ്ങനെ തന്നെ പറയണം. ഇനി പറയുമ്പോ എന്റെ മുടി ഈരാൻ വേണ്ടി നല്ല ചീപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞേക്ക്. എന്റെ സ്റ്റൈലിഷ് ഹെയർ, അതുപോലെ തന്നെ നല്ല ചന്ദനവും നല്ല കുങ്കുമം. മനസ്സിലായോ? എന്തോ അശരീരി ആരോ പറയുന്നുണ്ടല്ലോ. നല്ല ചന്ദനം കൊണ്ടുവരാന്ന് പറയണത്. ഓ സാറേ അത് ഞങ്ങളെ പൊട്ടിച്ചോളാം സാറേ. അല്ല എല്ലാം ഞാനാ തുറന്നത്. ഇത് ഞാൻ തന്നെ തുറന്നോളൂ. മനസ്സിലായോ? എന്താ സുമതിന്റെ പേര് ഞാൻ തരില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. നോക്കട്ടെ അവിടെ. മാറി എന്നാ നിന്നും കൂടെ വീഴുന്നു. അല്ലെ കണ്ണി കേട്ടു. അതെ, എന്താ അവിടെ അശരീരി? സാറിന്റെ കണ്ണട ശരിയാണോ എന്ന് ചോദിക്കുമായിരുന്നു. ആ, ചെവിക്ക് കേൾവിക്കുറവാണോ? അതേന്നാ തോന്നുന്നത്. ബുദ്ധിമാനായിട്ടെ വയ്യ. മക്കള് കാര്യം പറയുന്നുണ്ട്. അല്ലേലും സാറ് ഭയങ്കര പൊട്ടനല്ലേ? സുമതി പൊട്ടനിൽ ഡോക്ടറേറ്റ് അല്ലേ സാർ? ബുദ്ധിമാനായത് എല്ലാരും പറയുവേ. എന്നാ ചെയ്യാനാ? കണ്ടറിഞ്ഞു പറയുന്നേ. സുമതിക്ക് ഇച്ചിരി കളി കൂടുതൽ. സുമതിന്റെ തരും അടങ്ങിയിരിക്കാതെ. സാറേ അത് സാറ് പറഞ്ഞില്ലായിരുന്നു കാൽക്കുലേറ്റർ വേണമെന്ന്? ആ, എനിക്കില്ലേ? കാൽക്ക് മിനി ഹറാഫ് 2 in 1. എന്താ 2 in 1? 2 in 1. 2 in 1. 2 in 1. എന്താ ഇത് വായിക്കുന്ന കുട്ടികളെ കണ്ണു പിടിക്കുന്നില്ലല്ലോ. സുമതിക്ക് വേണ്ടി LCD റൈറ്റിംഗ് പാഡോ? ഇതെന്താ CDയോ? ഇതെന്നാ കുട്ടികളെ LCD ആണോ ഇത് വായിക്കുന്നേ? ആരെണ്ണ തലക്കെട്ടും ഇത്? സാറേ അത് കൊണ്ടതായിരിക്കും. കൊണ്ടതല്ലേ. റൈറ്റിംഗ് പാഡ്, LCD റൈറ്റിംഗ് പാഡ് വിത്ത് വായിച്ചേ. മിണ്ടാതിരിക്കും കുട്ടി. LCD റൈറ്റിംഗ് പാഡ് വിത്ത് ഡിജിറ്റൽ കാൽക്കുലേറ്റർ വായിക്കേ. LCD റൈറ്റിംഗ് പാഡ് വിത്ത് ഡിജിറ്റൽ കാൽക്കുലേറ്റർ. ഇതുണ്ടോ? അതാണ് ഡിജിറ്റൽ കാൽക്കുലേറ്റർ. കുട്ടികൾ സുമതി അടങ്ങ്. മാറാൻ പറഞ്ഞില്ലേ? ഓ സുമതി മടിയെടുക്കും സുമതി. ആ, ഇത് ഡിജിറ്റൽ കാൽക്കുലേറ്റർ അല്ലേ? തൊടാൻ പാടില്ല എന്ന് പറയുമ്പം ഇതപ്പോ എനിക്കുള്ളതാണോ തോന്നുന്നേ. പിന്നെന്തേ? ഇതിന്റെ കൂടെ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളും ഉണ്ടോ ഇതിന്റെ കൂടെ? അപ്പൊ എന്നെ കാനും കൂടെ ഉണ്ടോ നോക്കിക്കേ. ഇല്ല സാർ, അതിന്റെ ഉള്ളിൽ കാണും ചിലപ്പോൾ. എവിടെ? എവിടെ പോയി? അറിയില്ല സാർ. നിങ്ങൾ എടുത്തോ? അത് ഇങ്ങോട്ട് തന്നെ. ഇങ്ങോട്ട് തരാൻ പറഞ്ഞില്ല. ഞാൻ നോക്കിക്കോളാം. അതിന്റെ പേനയൊക്കെ എവിടെന്ന് എനിക്കറിയാം. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. എങ്ങനെ? ഇത് ഡിജിറ്റൽ കാൽക്കുലേറ്റർ. എന്താണ് ഡിജിറ്റൽ കാൽക്കുലേറ്റർ? അപ്പം എന്താ പറയാ,
ഞാൻ എൻ്റെ പേരൊന്നും എഴുതാം. എൻ്റെ പേരെന്താ? ഇവിടെ ഞെക്കിയാൽ കണ്ടോ അതിങ്ങനെ മാഞ്ഞു പോകും. എന്താ ഇവിടെ ഞെക്കിയാൽ മാറിപ്പോവും. അപ്പൊ കേളു നമുക്കൊന്ന് എഴുതി നോക്കാം. ചുറ്റിക്കെട്ടി ആ അങ്ങനെയൊക്കെ ഉണ്ടാകും. മനസ്സിലായോ? ഇനിയിപ്പൊ എന്റെ കയ്യിലിരിക്കട്ടെ ഇത്. അയ്യോ ദൈവമേ, മാറ്റിയിട്ടില്ല. സാറിന്റെ കാര്യം കൊണ്ടിട്ട് പറയുന്നതാ. എന്റെ ദൈവമേ, മക്കളെ പിടിക്കും മക്കളെ. അയ്യോ ചൂടിനൊക്കെ ജീവൻ വെച്ച മക്കളെ. അറിയില്ല സാർ എന്റെ അമ്മ പൊടിഞ്ഞല്ലോ. പൊടിഞ്ഞല്ലോ ഈശ്വരാ. നടുവേനുണ്ടോ? കുഴപ്പമില്ല മോളെ. മതി മതി, ഞാൻ വീട്ടിൽ ചെന്ന് തിരുമിക്കോളാം. ആ അപ്പൊ എന്തായാലും എനിക്കുള്ള ഡിജിറ്റൽ കാൽക്കുലേറ്റർ ആയി. ഡിജിറ്റൽ കാൽക്കുലേറ്റർ എന്നൊക്കെ പറയുമ്പോ സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ എനിക്ക് അയച്ചതായിട്ട് നിങ്ങൾക്ക് കണ്ടൂടെ? ഗുരുക്കന്മാർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ മക്കൾക്കല്ലേ അതിന്റെ ആവശ്യം. ഇനിയിപ്പോ നിങ്ങളുടെ പേരിൽ വന്നത് ഞാൻ എന്തായാലും മാറ്റുന്നില്ല. ഇതിന്റെ കവർ എന്ത് ചെയ്യാൻ നോക്കിക്കേ. എടുക്ക്. നിങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചേ. ഞാനൊന്നും കൂടി ഒന്ന് കണ്ണു തുറന്ന് നോക്കട്ടെ. മിണ്ടിപ്പോവരുത്. നിങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഞാൻ അത് തരും തരും എന്ന് പറഞ്ഞില്ലേ? തരും എന്ന് പറഞ്ഞാലത് തരും. തരും മക്കളെ, തരും. എല്ലാം ഇവിടെ മക്കളെടുത്ത് നിരത്തി വെച്ചേ. മക്കളെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഏതാ പൊട്ടിയത്? ആർത്തി കയറി പൊട്ടിച്ചതാണോ? ഇപ്പളെ പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ ഒന്നും പൊട്ടിക്കാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്നാ നോക്കട്ടെ. അയ്യോ ആയിരക്കണക്കിന് ചോക്ലേറ്റ് ആണല്ലോ. എന്റെ ദൈവമേ, ഇപ്പളെ ആർത്തി കയറുന്നു. എന്താ എന്താ പ്രശ്നം? ഇതാ അത് തരുന്നത് വാങ്ങുക. കൂടുതൽ വാങ്ങാൻ ആ ഡെറിമിൽക്കിന്റെ. സമയം എത്രയായി? 4 മണി. ഇപ്പൊ ബെല്ലടിക്കും. അതെന്താ ചാടിക്കുന്നത്? വിട്ട് 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 വിട്ട്. ആ മടി എന്ത്? അപ്പം എന്റെ വണ്ടിയല്ലല്ലോ. ആ അത് ഞാനോ? ആ തരും. പക്ഷെ ഇതെന്താണ് ഈ ഫോണ് വിളിച്ച് ശല്യാവുന്നുണ്ടല്ലോ. അച്ഛൻ വിളിക്കണേ, ഞാൻ എടുക്കട്ടെ കേട്ടോ. അച്ഛൻ വിളിക്കണോ? എന്താ വിളിച്ചു നോക്കി നിൽക്കുന്നത്? ചിരിക്കുവാണോ? എടുത്തു വെക്കാൻ കൊടുന്ന എന്താ ഈ പിള്ളേർക്ക് ബഹളിയല്ലേ? വേഗം പിടിച്ചിട്ടുള്ള പെറുക്കിയിടത്. ഇതിപ്പോ ഡെറി വിളിക്കുന്ന മഴയായല്ലോ എന്റെ ഈശ്വര. സാറിത് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്, ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. അതെ എനിക്കറിയാം ഇത് കൊണ്ടുപോകാനും തരാനൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിളിച്ചു ഞാൻ എന്നാത്തിന് നോക്കാം. കൊറേ ഉണ്ടല്ലോ. എന്താ പ്രശ്നം? ആ കവറിലേക്ക് ഇടുന്ന ആണോ? ആ കുഴപ്പമില്ല, സാറിന് ഞാൻ കണ്ടോളാം. ഇതൊന്ന് ശരിക്കും അടുക്കി ഒതുക്കി വെച്ച് എന്തോ ഒരു വൃത്തിയിലല്ല പിള്ളേർക്ക് ഒരു കാര്യത്തിലും. ആ എന്നാ ഇട്. ആ പെട്ടി പൊട്ടിയ സ്ഥിതിക്ക് അത് ഇടുന്നത് തന്നെ നല്ലത്. അയ്യോ ഇതെങ്ങോട്ടാ കഷത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കുന്നെന്നാ? അവളുടെ നേരത്തെ കഷത്തിന്റെ ഉള്ളിലാണ് എടുത്തു വെക്കുന്നത്. അല്ലല്ല അതെന്താ കയ്യിൽ നിന്ന് ഒളിപ്പിക്കുന്നത്? എന്നെ കട്ടെടുക്കാനും പഠിക്കാൻ തുടങ്ങിയപ്പം. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്രയും വൃത്തികെട്ട സ്വഭാവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ സ്കൂളിൽ വിടുമ്പോൾ നിങ്ങൾ പൊക്കോ. ശരി.